നമസ്കാരം. ഇസ്രായേൽ അമേരിക്ക ഇറാനുമായി നടത്തുന്ന യുദ്ധത്തിൽ ഭാരത സർക്കാർ സ്വീകരിക്കുന്ന ഒരു ഭൗമരാഷ്ട്രീയ നയതന്ത്രം, അതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു തലത്തിൽ ലോകമാധ്യമങ്ങളെല്ലാം അല്പം അമർഷത്തോടു കൂടിയാണെങ്കിലും ഇത്തരത്തിലൊരു നയതന്ത്രം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കാരണം ഇറാനെ പിണക്കാതെ ഇറാൻ ആക്രമിക്കുന്ന മറ്റ് ഗൾഫ് രാജ്യങ്ങളെ, അതായത് UAE, സൗദി, ഖത്തർ പോലുള്ള രാജ്യങ്ങളോട് അനുഭാവം അറിയിച്ച് അവരുടെ ഒപ്പം നിന്ന് അവർക്ക് പിന്തുണ അറിയിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ, ഭക്ഷണമാണെങ്കിലും അത് മരുന്നാണെങ്കിലും ഒക്കെ നൽകി, ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ, അതായത് ഭാരതത്തിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു സുരക്ഷയോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു സുരക്ഷിതമായ, അത് ഊർജം സംബന്ധിച്ചാണെങ്കിലും മറ്റ് രീതിയിലുള്ള സുരക്ഷകൾ സംബന്ധിച്ച കാര്യങ്ങളിലാണെങ്കിലും ശ്രദ്ധ പതിപ്പിച്ച് അതിനു വേണ്ട കാര്യങ്ങൾ ഇവരെ എല്ലാം കൊണ്ട് ചെയ്യിപ്പിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെ ഭാരതത്തിലേക്കുള്ള കപ്പലുകൾ കടത്തിവിടുവാൻ ഇറാനെ സമ്മതിപ്പിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നയതന്ത്രങ്ങൾക്ക് കൈയടിക്കുന്ന രീതിയിൽ ഗൾഫ് രാജ്യങ്ങളെ പരിവർത്തനം ചെയ്യിക്കുന്നതാണെങ്കിലും ഇതിനെല്ലാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബഹുരാഷ്ട്ര നയതന്ത്രത്തിന്, അതായത് ജിയോ പൊളിറ്റിക്കൽ ഡിപ്ലോമസിക്ക് ലോകത്താകമാനം കയ്യടികൾ ഉയരുകയാണ്. പക്ഷേ വിമർശനങ്ങൾ ഉയരുന്നത് ഭാരതത്തിലാണ്. അത് സ്വാഭാവികമാണ്. കാരണം ഒരു രാഷ്ട്രത്തിൽ, ഒരു രാജ്യത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ക്രിയാത്മകമായൊരു പ്രതിപക്ഷം വേണമെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ആ പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനം ക്രിയാത്മകമായിരിക്കണം. അല്ല എങ്കിൽ അത് രാജ്യത്തിന് ദോഷകരമായി ഭവിക്കും. അത്തരത്തിലുള്ള ദോഷകരമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിയാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കുറേ കാലമായി മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു പിണിയാളാക്കിക്കൊണ്ടോ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ ഒരു ഭദ്രതയ്ക്കും ഐക്യത്തിനുമൊക്കെ ഭീഷണിയായി ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ശക്തികളും രംഗത്തുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു നകാരാത്മകമായിട്ടുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഒരു എതിർപ്പ് അതിന് എതിരെ ഉയർന്നു വരും, അതിന് നേരെ ഉയർന്നു വരും. അപ്പോൾ അത്തരത്തിലുള്ള എതിർപ്പ് BJP പോലൊരു പാർട്ടി ഉയർത്തുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇപ്പോൾ ആ എതിർപ്പുകൾ ഉയർന്നു വരുന്നത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. തിരുവനന്തപുരം MP ആയ ശശി തരൂരാകട്ടെ, ചണ്ഡീഗറിലെ MP ആയ മനീഷ് തിവാരി ആകട്ടെ, അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഇപ്പോൾ ഭാരത സർക്കാർ ഈ വിഷയത്തിൽ, അതായത് ഇസ്രായേൽ അമേരിക്ക ഇറാന് നേരെ നടത്തുന്ന യുദ്ധത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നയതന്ത്രപരമായിട്ടുള്ള എല്ലാ നിലപാടുകളും ശരി തന്നെയാണ്. ശശി തരൂരിന് ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഒരു 4,80,00,000 ഭാരതീയർ പ്രവാസികളായി UAE, സൗദി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ, അതായത് ഇറാൻ ഇപ്പോൾ യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ കണ്ണുമടച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളായി 4,80,00,000 ഭാരതീയർ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരവസരത്തിൽ ഭാരതത്തിന് കാര്യമായിട്ടുള്ള പങ്കൊന്നുമില്ലാത്ത ഈ യുദ്ധത്തിൽ ഭാരത സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നയതന്ത്ര നടപടികൾ തന്നെയാണ്, അല്ലെങ്കിൽ നയതന്ത്ര മനോഭാവം തന്നെയാണ് ഏറ്റവും ശരിയായത് എന്നാണ് കോൺഗ്രസ്സിലുള്ള MP-മാർ പോലും, അതായത് പ്രവർത്തന പരിചയം ഏത് തട്ടിൽ വെച്ച് തൂക്കി നോക്കിയാലും രാഹുൽ ഗാന്ധിയേക്കാൾ ഏറെയുള്ള MP-മാർ തന്നെ പറയുന്നത്. ശശി തരൂരിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും രാജ്യവിരുദ്ധമായിട്ടുള്ള യാതൊരു പ്രസ്താവനകളും ഒരു കാലത്തും നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മനോഭാവങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. പക്ഷെ ഒരു കാര്യത്തിൽ ആർക്കും അദ്ദേഹത്തോട് വിയോജിക്കുവാൻ സാധ്യമല്ല. അത് രാജ്യസ്നേഹം, അല്ലെങ്കിൽ രാജ്യത്തോടൊപ്പം ഏത് ഘട്ടത്തിലും, അത് പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു നയം അദ്ദേഹം സ്വീകരിച്ചു പോകുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയിലാണ്. അതിലൊരു വിഘാതവും അദ്ദേഹം ഇന്നോളം ഉണ്ടാക്കിയിട്ടില്ല. അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി. പക്ഷെ മനീഷ് തിവാരിയെ പോലുള്ളവർ ഇപ്പോൾ വെളിപ്പെട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ നേതാവായിട്ടുള്ള, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പൂർണ്ണമായി തള്ളിക്കളയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തെ നിരസിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുക എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു പരിധി വിട്ടു എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് പോലും ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനി മനീഷ് തിവാരിയുടെയും ശശി തരൂരിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ശശി തരൂരിന് ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അത് ആയത്തുള്ള ഖംനേയിയുടെ മരണത്തിൽ ഭാരതം അനുശോചിച്ച രീതിയായിരുന്നു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നൊരു അനുശോചനം ഔദ്യോഗികമായി ഉണ്ടായിട്ടില്ല. രാജ്യത്തിൻ്റെ
സെക്രട്ടറിമാരോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയോ ഒരു ഔപചാരികമായിട്ടുള്ള അല്ലെങ്കിൽ ഔപചാരികതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനുസ്മരണത്തിന് വേണ്ടിയിട്ട് അനുസ്മരണം ഒരു റീത്ത് കൊടുത്ത് വിട്ടേരെ, നമ്മുടെ പേരും വേണമെങ്കിൽ എഴുതിക്കോ എന്നുള്ള തരത്തിലുള്ള ഒരു അനുശോചനമാണ് അക്കാര്യത്തിൽ അറിയിച്ചത്. ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ശക്തമായൊരു പ്രതിഷേധമോ ഒന്നും ഇക്കാര്യത്തിൽ ആയത്തുള്ള ഖംനയുടെ വധത്തിൻ്റെ കാര്യത്തിൽ ഭാരതം നടത്തിയിട്ടില്ല. പക്ഷെ അതിൽ ശശി തരൂരിനൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായൊരു അഭിപ്രായ വ്യത്യാസമാണ്. അത് ക്രിയാത്മകമായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസമാണെന്ന് ഞാൻ പറയും. പക്ഷേ അതേ അഭിപ്രായം തന്നെ ദുരുദ്ദേശത്തോടു കൂടി പ്രയോഗിക്കുമ്പോൾ അത് നകാരാത്മകമാകും. അപ്പോൾ ശശി തരൂരിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് മറ്റ് രാജ്യാന്തര നയങ്ങളിലെ വിദഗ്ധന്മാർ പ്രതികരിക്കുന്നത് ഇതും ഒരു നയതന്ത്രം തന്നെയാണ്. അത് പക്ഷേ ലോകം ഇന്നോളം അധികം ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ലാത്തൊരു നയതന്ത്രമാണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും അയത്തുള്ള ഖംനേയി എന്ന മനുഷ്യൻ ഇറാൻ്റെ സർവാധികാരിയായിരുന്ന സമയത്ത് പൂർണ്ണമായും ഭാരതത്തിന് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു സുഹൃത്തായിരുന്നില്ല. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രത്തലവൻ ഫിൻലൻഡിൻ്റെ പ്രധാനമന്ത്രിയെ പോലെയോ സിംബാബ്വേയുടെ രാഷ്ട്രത്തലവനെ പോലെയോ ഒന്നും ഭാരതത്തിന് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു സുഹൃത്തായിരുന്നില്ല. ആവശ്യമുള്ളൊരു സുഹൃത്ത്, ആവശ്യമെന്ന് പറയുന്നത് അത് ഇന്ധനത്തിൻ്റെ കാര്യത്തിലായാലും ഭാരതം അവിടെ മുതൽ മുടക്കിയിട്ടുള്ള തുറമുഖത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് പല വാണിജ്യ ആവശ്യങ്ങൾക്കായാലും പിന്നെ സുരക്ഷാപരമായിട്ടുള്ള ചില കാരണങ്ങളാൽ, കാരണം പാകിസ്ഥാനുമായിട്ട് ഇറാൻ അതിർത്തി പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴുമൊക്കെ പാകിസ്ഥാനെ ആക്രമിച്ച് ദുർബലപ്പെടുത്തുന്ന ഒരു രാജ്യം നമ്മുടെ വൃത്തികെട്ട ഒരു അയൽക്കാരൻ്റെ മറ്റൊരു വൃത്തികെട്ട അയൽക്കാരൻ, ആ വൃത്തികെട്ട അയൽക്കാരൻ നമുക്ക് പ്രയോജനമുള്ളൊരു സുഹൃത്താണ്, എന്നാലും പരിപൂർണമായ ആത്മാർത്ഥ സുഹൃത്തല്ല. അത്തരത്തിലുള്ളൊരു ബന്ധമാണ് അയത്തുള്ള ഖംനേയിക്ക് ഭാരതവുമായി ഉണ്ടായിരുന്നത്. അയത്തുള്ള ഖംനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇറാൻ്റെ കാര്യമല്ല. കാരണം ഒരു രാഷ്ട്രമെന്നുള്ള രീതിയിൽ, ഒരു രാജ്യമെന്നുള്ള രീതിയിൽ പുരാതന സംസ്കാരമുള്ള ഇറാന് ഭാരതവുമായി അഭേദ്യമായ ബന്ധം തന്നെ നിലവിലുണ്ട്. പക്ഷേ ഈ ഭ്രാന്തന്മാരവിടെ വന്നതോടുകൂടി, അതായത് ഈ മതഭ്രാന്തന്മാർ അതിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങൾ മുഴുവൻ പിടിച്ചടക്കി അവിടെ അവരുടെ സർവാധിപത്യം സ്ഥാപിച്ചതിന് ശേഷം ആ സംസ്കാരം തന്നെ മാറിപ്പോയിരുന്നു. അല്ലെങ്കിൽ ജനങ്ങൾ ആ മാറിപ്പോയ സംസ്കാരത്തിന് അടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇറാനെയോ ഇറാൻ്റെ ജനങ്ങളെയോ അല്ല പറയുന്നത്, ഈ ഭരണകൂടത്തെ മാത്രമാണ്. അവരൊരിക്കലും പൂർണ്ണമായൊരു ആത്മാർത്ഥ സുഹൃത്തായിരുന്നില്ല ഭാരതത്തിന്. തന്നെയുമല്ല, ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു തരത്തിൽ, പ്രത്യേകിച്ച് മതപരമായ കാര്യത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഭാരതത്തിനെതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കുവാനും പ്രസ്താവനകൾ നടത്തുവാനും ഒരു ഉത്സാഹം കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ വധിക്കപ്പെട്ട ഖംനേയി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്രയൊക്കെ മതി അനുശോചനം എന്നുള്ളൊരു നയതന്ത്രം ഭാരതം സ്വീകരിക്കുന്നത് മറ്റ് രാജ്യങ്ങൾക്കുള്ളൊരു സന്ദേശം കൂടിയാണ്. അല്ലെങ്കിൽ ഇത് പുതിയ ഭാരതമാണെന്നുള്ളൊരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതെന്നാണ് രാജ്യാന്തര വിഷയങ്ങളിൽ വിദഗ്ധരായ ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശശി തരൂരിൻ്റെ അഭിപ്രായവും അതിനെതിരെയുള്ള അഭിപ്രായങ്ങളുമൊക്കെ ചർച്ചകളായി തന്നെ മുന്നേറട്ടെ. പക്ഷേ രാഹുലിനെ പോലുള്ളവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ മനീഷ് തിവാരിയെ പോലുള്ളവരുടെ എതിർപ്പുകൾ സഹായകരമാകുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. ഇനി ഇത്തരത്തിലുള്ള ഭാരതത്തിൻ്റെ രാജ്യാന്തര നയങ്ങളെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് ഇറാനിന് നേരെയുള്ള ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തെ, ഈ യുദ്ധത്തെ സംബന്ധിച്ചുള്ള നയങ്ങളെ സംബന്ധിച്ച് ശശി തരൂരിനെക്കാളും മനീഷ് തിവാരിയെക്കാളും വലിയ വിദഗ്ധന്മാർ, ഞാൻ പറഞ്ഞല്ലോ, രാഹുലിനെ പോലുള്ള ചട്ടുകങ്ങളെ കൃത്യമായി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എടുത്ത് അതിനെ പെരുപ്പിച്ച് കാണിച്ച് ഓരോ തവണയും രാഹുൽ ഗാന്ധി മാസാണ് എന്നൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരുടേതായിട്ടുള്ള ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്ലാമിക ശക്തികളും അവരുടെ അനുയായികളും, കൃത്യമായിട്ടുള്ള മതപരമായിട്ടുള്ള ചിന്തതലയിൽ പേർന്ന അനുയായികളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുകയാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളെല്ലാം അവരുടെ ശത്രുക്കളാണ്. ഇന്നലെ വരെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ അന്നം തരുന്ന നാടുകളായിരുന്നു ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം. കാരണം കൃത്യമായിട്ട് ഖത്തറിനെ പോലുള്ള എക്കാലത്തും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന മനോഭാവം വെച്ച് പുലർത്തിയിരുന്ന ഒരു ഇസ്ലാമിക രാജ്യത്തിനെ ഭാരതമോ ഭാരതീയരോ ഏതെങ്കിലും തരത്തിൽ എതിർത്താൽ അന്നം തരുന്ന അന്നമനാട് എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിരുന്നവർ ഇന്ന് ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ പരിപൂർണമായി തള്ളിപ്പറയുകയാണ്. ഖത്തറിനെ തള്ളിപ്പറയുന്നതിൽ ഒരു മയമുണ്ടായിരുന്നു ഇന്നലെ വരെ. ഇന്നലത്തോടുകൂടി അതും മാറിയിട്ടുണ്ട്. കാരണം ഖത്തർ പൂർണ്ണമായും ഇറാൻ ഞങ്ങളെ വഞ്ചിച്ചു എന്നുള്ളൊരു നിലപാടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സൗദിയും UAEയും എല്ലാം തന്നെ ഇപ്പോൾ അവരുടെ പ്രഖ്യാപിത ശത്രുക്കളാണ് ഈ ഇസ്ലാമിക ശക്തികളുടെ. ഈ ഇസ്ലാമിക ശക്തികളുടെ ഒരു പരിച്ഛേദം നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ കൃത്യമായിട്ട് കാണാം. അത് ബഷീർ വള്ളിക്കുന്നിൻ്റെ എണ്ണ പുരട്ടിയ ഇസ്ലാമിക പ്രബോധകൻ്റെ
രൂപത്തിലായാലും എണ്ണ പുരട്ടി മിനുസപ്പെടുത്തിയിട്ടുള്ള ഒരു മൃദു ഇസ്ലാമിസ്റ്റ് രൂപത്തിലായാലും അല്ലെങ്കിൽ ആബിദ് അടിവാരത്തെ പോലെ ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മിലാഫ് കോള പോലും പുരട്ടാതെ ഉസ്തുഗുതനായി പോയ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ആയാലും അല്ലെങ്കിൽ മാമാൻ്റെ മൊബൈൽ കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഇസ്മായിലിൻ്റെ രൂപത്തിലായാലും ആബിദ് അടിവാരത്തിൽ നിന്നും ബഷീർ വള്ളിക്കുന്നിൽ നിന്നും ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ട് പൊട്ടിത്തെറിക്കുവാൻ നടക്കുന്ന ഇസ്മായിലിൻ്റെ രൂപത്തിലായാലും ഇവരുടെ എല്ലാം രൂപം ഏതാണ്ട് സമാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക ശക്തികളുടെ ഒരു പരിച്ഛേദമാണ്. പക്ഷേ ഇതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതാണൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ചില രസകരമായ കാര്യങ്ങളിലേക്കും കൂടി നമ്മളെ നയിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആബിദ് അടിവാരമോ അല്ലെങ്കിൽ ബഷീർ വള്ളിക്കുന്നിനെയോ പോലുള്ളവർ ഒരു കാലത്തും ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഞാൻ ഇസ്മായിലിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇസ്മായിലിന് ഇത് വേണമെങ്കിൽ എടുക്കാം, മറ്റുള്ളവരുടെ കാര്യമാണ്. ഇസ്മായിൽ അല്ലാത്തവരുടെ കാര്യത്തിലേക്കാണ് ഞാൻ പറയുന്നത്. ഒരു കാലത്തും അവർ ഈ ഒരു ഇറാനെ അനുകൂലിച്ചെഴുതുന്ന കുറിപ്പുകൾ, അത് ബഷീർ വള്ളിക്കുന്നിൻ്റെ കാവ്യാത്മകമായ കുറിപ്പുകളാണെങ്കിലും ആബിദ് അടിവാരത്തിൻ്റെ നാളെ പോയി ആബിദ് അടിവാരം ഇറാനിൽ പോയി സ്വയം പൊട്ടിത്തെറിച്ച് ഇസ്രായേൽ നെതന്യാഹുവിനെ അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ 4 വീട് അപ്പുറത്തുള്ളവനെങ്കിലും വധിക്കുവാൻ ശ്രമിക്കുമെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറിപ്പുകളായാലും ഇതൊന്നും കണ്ട് ഇവരാരും ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്ന ഇസ്ലാമിക ഭീകരവാദികളാകും എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവരെല്ലാം ചാരുകസേരയിൽ കിടന്ന് ജിഹാദിന് ആഹ്വാനം ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ ആഹ്വാനങ്ങൾ കൊണ്ട് ബഷീർ വള്ളിക്കുന്നിൻ്റെ കാര്യത്തിലാണെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ആബിദിൻ്റെ കാര്യത്തിലാണെങ്കിൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, ഇതെല്ലാം കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ജിഹാദികളാണ്. പക്ഷേ പൊട്ടിത്തെറിക്കുന്ന ഒരു ജിഹാദിയേക്കാളും, അതായത് ഇവരുടെ എല്ലാം കുറിപ്പുകളും പ്രബോധനങ്ങളും വായിച്ചും കേട്ടറിഞ്ഞും ഒക്കെ പൊട്ടിത്തെറിക്കുവാൻ പുറപ്പെടുന്ന മാമാൻ്റെ മൊബൈൽ കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഇസ്മായിലിനെക്കാളും സത്യത്തിൽ അപകടകാരികൾ ഇവരാണ്. കാരണം ഇസ്മായിൽ പോയി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ശരിയാണ് 100 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടും. പക്ഷേ ഇസ്മായിൽ അതോടുകൂടി തീരും. ഈ ആബിദുമാരും ബഷീർ വള്ളിക്കുന്നുമാരും അവശേഷിക്കും. അവർ വീണ്ടും ഇസ്മായിലുകളെ ഇങ്ങനെ നിർമ്മിച്ചു കൊണ്ടേയിരിക്കും അവരുടെ പ്രബോധനങ്ങളിലൂടെ. അതുകൊണ്ട് തന്നെ ഇവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു ജാതി അല്ലെങ്കിൽ വിഭാഗം. അതൊന്ന് പറഞ്ഞു വെച്ച് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രസകരമായ ഒരു കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഈ പ്രബോധകരുണ്ടല്ലോ, അതിപ്പോൾ ബഷീറാകട്ടെ, ആബിദാകട്ടെ, ഇസ്മായിലാവട്ടെ, ഇവരെല്ലാം ഇപ്പോൾ അനുവർത്തിച്ച് വരുന്നൊരു നയമുണ്ട്. അതായത് ഇറാൻ ധീരന്മാരാണ്, ബെഞ്ചമിൻ നെതന്യാഹു ഭീരുവാണ്. ഒന്നെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിൽ ഒളിച്ചു, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു. ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയിൽ 6 വിരലുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കയ്യിലിരിക്കുന്ന കാപ്പി കണ്ടിട്ട് ചായ പോലിരിക്കുന്നു, അല്ലെങ്കിൽ ചായ കണ്ടിട്ട് കാപ്പി പോലിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്ന ചാപ്പി പോലിരിക്കുന്നു തുടങ്ങിയ ഒരു പ്രചരണം നടത്തി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ഭീരുവിനെ പോലെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇറാൻ്റെ നേതാക്കളെ താൻ നോക്കൂ, അവർ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇവരുടെ എല്ലാം വിചാരമെന്ന് പറയുന്നത് ഇവരിങ്ങനെ ഇരുന്ന് ഈ പ്രബോധനങ്ങൾ നടത്തുമ്പോൾ, മലയാളത്തിലുള്ളത് മാത്രമല്ല ഇംഗ്ലീഷിലുമൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള വെല്ലുവിളികളും അല്ലെങ്കിൽ പരിഹാസങ്ങളും എല്ലാം ഈ വിഭാഗം, കാരണം ഈ ആബിദ് അടിവാരം ബഷീർ വള്ളിക്കുന്ന് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇവിടെ ബഷീർ വള്ളിക്കുന്നാണെങ്കിൽ അവിടെ ബഷീർ വാൾ ക്രീപ്പർ അല്ലെങ്കിൽ ആബിദ് അണ്ടർ വാലി തുടങ്ങിയ ആളുകൾ പലസ്തീനിലോ സിംബാബ്വേയിലോ പാകിസ്ഥാനിലോ എല്ലാം ഉണ്ട്. അവർ ഇംഗ്ലീഷിൽ എങ്ങനെയെങ്കിലും, ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇംഗ്ലീഷിൽ ബെഞ്ചമിൻ നെതന്യാഹു കവേർഡ്, യു ഹൈഡിങ്, യു ഹാവ് 6 ഫിംഗേഴ്സ് തുടങ്ങിയ ഇംഗ്ലീഷിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വെല്ലുവിളിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ വെല്ലുവിളികൾ കേട്ട് ഏതെങ്കിലും ഒരു പൊതുമധ്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ ഞാൻ കണ്ടോടാ ധീരനായി വന്നു നിന്നു എന്നുള്ള തരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പുറത്തു വരികയും ഇറാൻ്റെ ഏതെങ്കിലും ഡ്രോണോ ബാലിസ്റ്റിക് മിസൈലോ ലക്ഷ്യം തെറ്റി അല്ലെങ്കിൽ അയൺ ഡോമിൽ നിന്ന് ഒന്ന് തെന്നിമാറി പതിച്ച് ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെടുമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു മറുവശം പറഞ്ഞു തരാം. ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ കേൾക്കുമ്പോൾ ഈ അലി ലാരിജാനി പോലുള്ള ഇറാനിയൻ നേതാക്കൾ അവരെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീമ്പ് പറഞ്ഞ് മാത്രം തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം അവരുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ ഒരു മരണവെപ്രാളത്തിൽപ്പെട്ട ഒരു നിരവധി കരങ്ങളുള്ള ഒരു ഭീകരജീവി കയ്യും കാലും ഇട്ടടിക്കുന്നത് പല സ്ഥാനങ്ങളിലും ചെന്ന് കൊള്ളാം, അവരുദ്ദേശിക്കാത്ത സ്ഥാനങ്ങളിലെല്ലാം ചെന്ന് കൊള്ളാം. അത്തരത്തിലുള്ള കുറേ നാശനഷ്ടങ്ങൾ വരുത്താമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു ആസൂത്രിതമായ കൃത്യതയോടുകൂടിയുള്ള ആക്രമണം നടത്താനുള്ള ഒരു ശേഷിയൊന്നും ഇറാനില്ല. പക്ഷേ ഇവർ വീമ്പ് പറയുന്നത് മുഴുവൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലാണ്. അതിൻ്റെ ഒരു അപകടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള, ഞാൻ പറഞ്ഞില്ലേ, ബെഞ്ചമിൻ നെതന്യാഹു യു കവേർഡ്, അലി ലാരിജാനി സൂപ്പർ കിടിലം
തുടങ്ങിയ മുറി ഇംഗ്ലീഷിലുള്ള പ്രകീർത്തനങ്ങൾ ഇവരുടെ കാണുമ്പോൾ ഇവരുടെ അങ്ങ് കുളിരും. അതിൻ്റെ പച്ച പിടിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല് പിടിച്ച് ഇവർ പൊതുമധ്യത്തിൽ ഇറങ്ങി അങ്ങ് മേയും. ഇസ്രായേൽ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള കൃത്യതയോടുകൂടിയുള്ള ആക്രമണം നടത്തി ഇവരെല്ലാം ഹോറിഫൈഡ് ആക്കുകയും ചെയ്യും. ഓരോരുത്തരെയായിട്ട് ഹോറിഫൈഡ് ആക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതേ ഉള്ളൂ ഇസ്മായേലെ, ആബിദെ, ബഷീറെ. ആബിദിനോടും ബഷീറിനോടും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്കറിയാത്ത കാര്യമല്ല. പക്ഷേ ഇസ്മായിലിന് ഇതറിയില്ല. ഇസ്മായിൽ മാമാൻ്റെ മൊബൈൽ കടയിൽ മാമാൻ്റെ തെറിയും കേട്ട്, നമ്മുടെ ചന്ദ്രലേഖയിലെ ശ്രീനിവാസനെ പോലെ, നൂറിനെ പോലെ മാമാൻ്റെ തെറിയും കേട്ട് മൊബൈലെടുത്ത് കൊടുക്കുന്നതിനിടയിൽ വന്ന് ബെഞ്ചമിൻ നെതന്യാഹു കവേർഡ് എന്ന് അടിച്ചു വയ്ക്കുന്നതിൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന് ചാരപ്പണി എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു രഹസ്യാന്വേഷണ വിഭാഗം, രാജ്യസുരക്ഷ, ഇതൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളതിൻ്റെ മാതൃക ഓരോ ദിവസവും പുതിയ പുതിയ മാതൃകകൾ കാണിച്ചു കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അവർ ആവിതടിവാരത്തിൻ്റെ ആഹ്വാനമോ അല്ലെങ്കിൽ പരിഹാസമോ കേട്ട് അവരുടെ പ്രധാനമന്ത്രിയെ പൊതുമധ്യത്തിൽ ആവിതടിവാരത്തിനെതിരെ ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ ബഷീർ വള്ളിക്കുന്നിൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഇതാ പൊതുമധ്യത്തിൽ വന്നിരിക്കുന്നു എന്ന രീതിയിൽ കൊണ്ട് നിർത്താൻ പോകുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇസ്മായേലെ, വിചാരിച്ചതിൽ കൂടുതൽ മണ്ടനാണ് ഇസ്മായേൽ. അത് മനസ്സിലാക്കിയാൽ ഇസ്മായേലിന് കൊള്ളാം. ആബിദും ബഷീറും എന്തായാലും മണ്ടന്മാരല്ല. അവർ കൃത്യതയോടുകൂടി തന്നെ ഇസ്മായേലുകളെ ഇങ്ങനെ ഇളക്കി വിടുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട്. അവർക്കതിൻ്റെ പ്രയോജനമുണ്ട്. ഇസ്മായേലിന് ഗൾഫിലിരുന്നാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ അകത്ത് പോകാനുള്ള വഴികൾ കൃത്യമായി തെളിഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെയും ഒരു സാധ്യതകളും അതിൻ്റെ ഒരു സൂചനകളുമൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ്. കാരണം ഏതാണ്ട് ഒരു 23 ഇപ്പോൾ 30 തോന്നുന്നു, 30ഓളം മലയാളികളെ തൂത്തുവാരിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് UAE, ഇപ്പോൾ സൗദിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. താമസിയാതെ ഖത്തറും തുടങ്ങുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അപ്പോൾ ഇസ്മായേലെ സൂക്ഷിച്ചാൽ ഇസ്മായേലിന് കൊള്ളാം. മാമാൻ്റെ തെറിയും കേട്ട് ഇനിയും കുറച്ച് കാലം കൂടി മൊബൈലൊക്കെ എടുത്തു കൊടുത്ത് സുഖമായി ജീവിക്കാം. അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു, 6 വിരൽ, മാന്ത്രിക വിരൽ, ബെഞ്ചമിൻ നെതന്യാഹു ഭീരു, അലി ലാരിജാനി കിടിലം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ച് ഇറാൻ പടമാകുന്നത് ദൈനംദിനം കണ്ട് ഉള്ളിൽ വിങ്ങിപ്പൊട്ടി ജീവിക്കാം. അപ്പോൾ എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷേ തുടക്കത്തിൽ പറഞ്ഞു വന്നത് നയതന്ത്രത്തെക്കുറിച്ചും അവസാനം കുറച്ച് കൗതുകകരമായ സാമൂഹ്യ മാധ്യമ വിഷയങ്ങളുമായി പോയി. പക്ഷേ എല്ലാം തമ്മിൽ പരസ്പര ബന്ധം ഉള്ളതുകൊണ്ടും എല്ലാം ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധത്തെ സംബന്ധിച്ചതായതുകൊണ്ടും ഇതൊന്നുമല്ലാതെ പ്രത്യേകിച്ച് ഭാരതത്തിന് ആ യുദ്ധത്തിൽ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടും, എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ട് ഏതെങ്കിലും ഒരു പക്ഷത്തിന് വേണ്ടി നിന്ന് യുദ്ധം ചെയ്യേണ്ട ബാധ്യത ഭാരതത്തിന് ഇല്ലാത്തതുകൊണ്ടും ആകെ ഭാരതത്തിന് നോക്കേണ്ടത് സ്വന്തം സുരക്ഷ മാത്രമായതുകൊണ്ടും ഇതെല്ലാം ഒന്ന് നീട്ടിപ്പരുത്തി പറഞ്ഞു എന്ന് മാത്രം, നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.